ഹലോ എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 26 ഇലക്ഷൻ വരികയാണ്, ലോക്സഭ ഇലക്ഷൻ. സോ വോട്ടർ ഐ ഡി ഉള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. വോട്ട് ലിസ്റ്റിൽ പേര് വേണം. അപ്പോൾ നിങ്ങളുടെ പേര് വോട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. നിങ്ങൾക്ക് സ്വയം വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഫോണിലെ ബ്രൗസർ ഓൺ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ക്രോം ബ്രൗസർ എടുക്കുന്നു. www.ce.gov.in എന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസർ ഡെസ്ക്ടോപ്പ് മോഡാക്കുക. അപ്പോൾ ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ട്രൽ റോൾ സെർച്ച് എന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇലക്ട്രൽ റോൾ സെർച്ച് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആവശ്യമായ രേഖകൾ കൊടുത്താൽ നിങ്ങളുടെ പേര് വോട്ട് ലിസ്റ്റിലുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. നേരത്തെ ഐ ഡി എടുത്ത സമയത്ത് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ കൊടുക്കാം. ഇല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള വോട്ടർ ഐ ഡി നമ്പർ വെച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എടുക്കുന്നത് വോട്ടർ ഐ ഡി വെച്ചിട്ടാണ്. ആദ്യം നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. രണ്ടാമത് നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ക്യാപ്ച ചോദിക്കുന്നുണ്ട്. ആ ക്യാപ്ച എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ട് താഴെ സെർച്ച് റിസൾട്ട് 1 എന്നും പറഞ്ഞ് എൻ്റെ പേരിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഈ പറയുന്നത് മറ്റൊരു ഡീറ്റെയിലാണ്. ഏത് ബൂത്തിലാണ് നിങ്ങളുടെ വോട്ട്, എത്രാമത്തെ നമ്പറാണ്, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം. നിങ്ങളുടെ കൂടെയുള്ള ലിസ്റ്റിലെ ആൾക്കാരുടെ പേര്, ഡീറ്റെയിൽസ് ഇതെല്ലാം കണ്ടുപിടിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ്. അതിന് വേണ്ടിയിട്ട് ആ വെബ്സൈറ്റിൽ തന്നെ ടോപ്പിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ഫൈനൽ ഇലക്ട്രോൾ ലിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ ഏത് അസംബ്ലിയാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പം കൊല്ലം സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ പുല്ലൂർ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പത്തനാപുരം. നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ് മലയാളം എന്ന് മാത്രമേ ഉള്ളൂ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ക്യാപ്ച കാണിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും. ഒരു 5 ഫോം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്കൂള്, കോളേജ് അതെല്ലാം ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെവിടെയാണോ, ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ എവിടെയാണോ വോട്ട്, ആ സ്കൂളിൻ്റെ പേരുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സ്കൂളിൽ വെച്ച് ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ആ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പേര്, വിവരങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പേര് ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് ഫൈനൽ ലിസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചിലപ്പം ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് സ്ഥലത്തായിരിക്കും വോട്ട് നടക്കുന്നത്. അപ്പോൾ ആ പേരനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിലെ പേര് നോക്കണമെങ്കിൽ നിങ്ങൾ 3 ആരോ മാർക്കുണ്ട്. അതിൽ ലാസ്റ്റിലത്തെ ആരോ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു ആരോ പ്രസ് ചെയ്തു, അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് PDF ഫയലായിട്ടായിരിക്കും വരുന്നത്. അത് നിങ്ങളുടെ ബ്രൗസർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം PDF ഫയലിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ കാണുന്ന ആൾക്കാരുടെ ലിസ്റ്റും നിങ്ങൾ ഏത് ബൂത്താണ്, ലൊക്കേഷൻ എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. പേര്, വിവരങ്ങൾ, ആ ബൂത്തിൽ എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട്, എത്ര സ്ത്രീകൾ, എത്ര പുരുഷൻസ് എല്ലാം കാണാൻ സാധിക്കും. വോട്ട് ചെയ്യാൻ ആർക്കൊക്കെ യോഗ്യതയുണ്ട്, അവരുടെ പേര്, വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പേരും ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക.